മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരമായ ഒരു മുഖമാണ് സലീം കുമാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ആ മുഖം അത്രമേൽ വളരെയധികം പ്രസന്നമായി കൊണ്ടു നടന്നതും ഇത്രയും നാളും ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചതും അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് എന്ന് നമ്മൾ പറയണം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വാർത്തകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നത്. ഇന്നലെ ഏറ്റവും കൂടുതൽ കരഞ്ഞതും ഏറ്റവും കൂടുതൽ കാര്യത്തിന് ഓടി നടന്നതും എല്ലാം ഭാര്യ തന്നെയായിരുന്നു എന്ന് ഉറക്കെ പറയാം. അവളില്ലാതെ എനിക്കെവിടെയും പോകാൻ സാധിക്കില്ല എന്ന് സുനിതയെപ്പറ്റി വിവാഹത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സലീം കുമാർ പറയുന്നുണ്ട്. എനിക്ക് അമ്മയില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും പോയി പറയാൻ പറ്റുന്നൊരു വ്യക്തി എൻ്റെ ഭാര്യയാണ്. എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആ ഒരു തലം എത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നടൻ കുറിച്ചു. സലീം കുമാർ എന്ന നടൻ ഇനിയില്ല എന്നത് വിശ്വസിക്കാനാകാതെയാണ് മലയാളികൾ നിൽക്കുന്നത്. ചെയ്തു വച്ച കഥാപാത്രത്തിന്, പ്രത്യേകിച്ച് 100 കണക്കിന് കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ഇനി പ്രേക്ഷക മനസ്സിൽ ജീവിക്കുക തന്നെ ചെയ്യും. ആരോഗ്യപരമായി വയ്യാതിരുന്ന അവസ്ഥകളിലും സലീം കുമാർ പ്രോഗ്രാമുകൾക്കൊക്കെ വന്നിരുന്നു. എപ്പോഴും കൂട്ടിന് ഭാര്യയും ഉണ്ടാകും. അവളില്ലാതെ എനിക്കെവിടെയും പോകാൻ കഴിയില്ല, അവളെൻ്റെ ധൈര്യമായി മാറിക്കഴിഞ്ഞു. ഇതാണ് അവസാന കാലത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ സലീം കുമാർ പറഞ്ഞത്. 3-4 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് സുനിതയെ ഭാര്യയായി സലീം കുമാർ ജീവിതത്തിലേക്ക് വരുന്നത്. ആദ്യമേ അറിയാമായിരുന്നു, മാനസികമായി അടുത്തു എന്ന് തോന്നി. അപ്പോൾ തന്നെ വിവാഹത്തിലേക്ക് എത്തി. 2 മിടുക്കന്മാരായ ആൺകുട്ടികൾക്ക് ജന്മം നൽകി. അവിടെ നിന്ന് ഇതുവരെയും ജീവിച്ചതെല്ലാം തന്നെ സുനിതയോടൊപ്പമായിരുന്നു. മക്കൾ എന്നോട് ഒരിക്കലും കടപ്പാടുള്ളവരായിരിക്കണമെന്ന് ഞാൻ പറയാറില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ അവർ അമ്മയോട് എപ്പോഴും കടപ്പാടുള്ള ആരായിരിക്കണം, അത് ഞാൻ എപ്പോഴും പറയും. കാരണം എനിക്ക് അവരുടെ അമ്മയോട് ഒരുപാട് വലിയ കടപ്പാടുണ്ട്. ഒരുപക്ഷെ എനിക്കത് വീട്ടാൻ സാധിച്ചില്ലെങ്കിലും അവർക്കത് വീട്ടാൻ സാധിക്കണം. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. വർഷങ്ങൾ നീണ്ട ഒരു പ്രയത്നം തന്നെയായിരുന്നു ലാഫിംഗ് വില്ല. അതിനുവേണ്ടി അഹോരാത്രം നിന്നത് എൻ്റെ കൂടെ എൻ്റെ ഭാര്യ മാത്രമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ജീവിതവും സ്നേഹവും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ സലീം കുമാർ തൻ്റെ ഭാര്യയെപ്പറ്റി പറഞ്ഞതിനോടൊപ്പം തന്നെ പ്രേക്ഷകരും ഈ ഒരു വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. വളരെയധികം സ്നേഹത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളും അവൾക്ക് ഞാനും മാത്രമായി, വേറെ ആരുമില്ല. ഞങ്ങൾക്ക് അമ്മയില്ല. എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം പങ്കുവെക്കുന്നവളോടാണ് തിരിച്ചവൾ എന്നോടും. എല്ലാവർക്കും അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ഉണ്ടാവില്ലേ, പക്ഷേ വയ്യാത്തൊരവസ്ഥയിൽ ആരും വരില്ല. നമ്മുടെ പങ്കാളി മാത്രമേ നമുക്കുണ്ടാകൂ. അങ്ങനെയൊക്കെ ആയ ഒരാളെ നമ്മൾ കണ്ടെത്തി വിവാഹം ചെയ്യണം. ഞാനതിൽ വിജയിച്ചു. വിവാഹ ജീവിതത്തിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്കെൻ്റെ മക്കൾ എന്നോട് നീതി പുലർത്തിയില്ലെങ്കിലൊന്നുമില്ല. നീതി പുലർത്തേണ്ട ആൾ ഭാര്യയാണ്. അവൾ അങ്ങനെയാണ്. വയ്യാണ്ടെങ്കിലും ചില ഷൂട്ടിങ്ങുകൾ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോകും. എന്നെ അവൾ നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ഒരുക്കി അവിടെ ഇരുത്തും. അവൾ കാശ് തരും, ഞാൻ അവളുടെ കൊടുക്കും. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരും, ഞാനത് കഴിക്കും. അതിലൊരു സുഖമുണ്ട്. ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും ഇപ്പോൾ ഞാൻ ആസ്വദിക്കുന്നുണ്ടെന്ന് സലീം കുമാർ ഭാര്യയെപ്പറ്റി പറഞ്ഞിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.